ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് നമ്മളെ ഒരു കടുക് മാങ്ങ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞുണ്ടാക്കുകയല്ലേ. അതിന് നമുക്ക് വെളുത്തുള്ളി വേണം. ചുവന്നുള്ളിയൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും ഞാനൊരു ഇച്ചിരി ഇടും അതിൻ്റെ അകത്ത്. ഈ കടുക് പൊട്ടിക്കുന്ന ആ ഒരു ഇത് വരുമ്പോഴത്തേനും അത് നല്ലതായതുകൊണ്ടാണ്, തണുപ്പൊക്കെ ആയി നല്ലതായതുകൊണ്ട് മാത്രം ചെയ്യുന്ന. പിന്നെ കരിയാപ്പില വേണം. ഞാൻ 2 മാങ്ങയും 1 മാങ്ങയൊക്കെ ഇടുവോളെ. എന്നു പറഞ്ഞാൽ അത് ഈ പ്രഷറുകാർക്കൊന്നും കൊള്ളുകയല്ലോ. പിന്നെ ഈ ഉള്ളി പൊളിക്കുമ്പോൾ കണ്ണെരിയുമല്ലോ. അതിനെന്നാ ചെയ്യുന്നതെന്നാ, ഉള്ളിയുടെ ആ ബാക്ക് ഭാഗമില്ലേ, കൂർത്തിരിക്കുന്ന ഭാഗം, അവിടെ വേണം ആദ്യം പൊളിക്കാനേ. അവിടുന്ന് വന്നിട്ട് നമ്മുടെ അതിൻ്റെ ആ ഫ്രണ്ട് ഭാഗമില്ലേ, ഒരുമാതിരി ആ വേര് പോലെയുള്ള ഭാഗം, അവിടെ ഇതിൻ്റെ ഈ കണ്ണെരിയുന്ന വാതകമൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ലാസ്റ്റ് അരിയാവുള്ളൂ. അത് ഒത്തിരി അങ്ങോട്ട് അരിയേണ്ട, പതുക്കെ ഒന്ന് മാറ്റി വിട്ടാൽ മതി. എന്നിട്ട് ഞാൻ സമയമുള്ളപ്പോൾ വൈകുന്നേരം നേരമൊക്കെ വിനിച്ചേട്ടൻ വരാനൊക്കെ താമസിക്കുവേ. അപ്പം പിള്ളേരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിള്ളേരൊക്കെ ഇരുന്ന് പഠിക്കുമായിരിക്കും, ചുമ്മാ ഇരിക്കുവാണല്ലോ, ടി വി ഒന്നും കാണാറില്ലേ. ഇത് സവോള അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ നേരത്തെ ഇതെല്ലാം ഇരുന്ന് പൊളിച്ച് ഇതുപോലെ പാത്രത്തിൽ കൂടെ ആക്കി വെക്കും. അപ്പോൾ പിന്നെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ എളുപ്പമുണ്ട്. സവാളയുടെ നമ്മൾ വേണമെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ തുരന്ന് കളയും, ഇങ്ങനെ വട്ടത്തിൽ. പക്ഷേ അത് നമുക്ക് നഷ്ടമാണ്. ബാക്കിൽ നിന്ന് തന്നെ എടുത്തേച്ച് ബാക്കിൽ നിന്ന് അരിഞ്ഞ് വരണം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത്, നമ്മൾ ആദ്യം അവിടെ അങ്ങ് കണ്ടിച്ച് കളയും. അതാണ് നമുക്ക് പറ്റുന്നത്. അപ്പോൾ ഇതുപോലെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകും അതിൻ്റെ അകത്ത് അരിഞ്ഞിട്ടു. സത്യം പറഞ്ഞാൽ ഞാൻ തലേദിവസം അരിഞ്ഞ് ഉപ്പും തിരുമ്മി വെച്ചു. എന്നിട്ട് രാവിലെ പച്ചമുളക് എടുത്തിട്ട്, പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും കരിയാപ്പിലയും എടുത്തേക്കുന്നത്. പിന്നെ ചുമന്നുള്ളി ഇടണ്ടെന്ന് പറഞ്ഞു എല്ലാം എടുത്ത് വെച്ചപ്പോൾ, അതുകൊണ്ട് അത് ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ ആ ഉള്ളി പൊളിക്കുന്ന കാണിക്കാൻ വേണ്ടി വെച്ചിട്ട് അതെടുത്തത്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപ്പോൾ ഒരുമിച്ചായി പോയതാണ്. പിന്നെ നല്ലെണ്ണയ്ക്കകത്താണ് ചെയ്യുന്നത്. നല്ലെണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ കടുകും ഉലുവായും പൊട്ടിച്ചെടുക്കണം. പിന്നെ നമ്മുടെ ചേരുവകൾ ഇഞ്ചിയും കരിയാപ്പിലയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് നല്ലപോലെ ആ പച്ചമണം മാറുന്നോടം വരെ, ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ഒന്നും ആക്കി ബ്രൗൺ ഒന്നും ആക്കി കളയണ്ട, എന്നാലും നമ്മുടെ അതിൻ്റെ എല്ലാം ഗുണങ്ങളൊക്കെ പോവേ. എന്നിട്ട് കായ വിടും. ഞാൻ കാശ്മീരി ചില്ലി ഇടുന്നത്, അച്ചാർ പൊടിയല്ല ഇട്ടേക്കുന്നത്. ഞാൻ ഈ കടുക് മാങ്ങയ്ക്ക് അച്ചാർ പൊടി ഇടുകയില്ല. എന്നിട്ട് നമ്മുടെ കുറച്ച് ഈ മാങ്ങ എന്തോരം ഉണ്ട് അത് മുങ്ങി കിടക്കാനുള്ള വെള്ളം ഒഴിച്ച് തിളപ്പിക്കും. ഇതൊരു ചാറുകറി പോലെയൊക്കെ കൂട്ടാം കേട്ടോ. എന്നിട്ട് അത് നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ ഗ്യാസൊക്കെ ഓഫാക്കി. ഇപ്പം ഞാൻ ഇന്നലെ അരിഞ്ഞു വെച്ച മാങ്ങയല്ലേ, അപ്പോൾ അതൊന്ന് അവിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ആറി കഴിഞ്ഞപ്പോഴാണ് ഇതിട്ടത്. ഇപ്പം അത് കറക്റ്റ് പരുവമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്ര ഉള്ളേ. എല്ലാവർക്കും ബൈ, നാളെ കാണാം.